ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വെൽക്കം ടു പാത്തോസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ നമുക്ക് ഉള്ളിവട വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിനായിട്ട് ഇവിടെ ആവശ്യമായിട്ടുള്ളത് 2 സവാളയാണ്. ഒരു വലിയ സൈസ് 2 സവാള, ഏകദേശം ഒരു 1.5 കപ്പിനടുത്ത് വരും, ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്കൊരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3-4 ലീഫ് കറിവേപ്പില ഒന്ന് നേരിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടോ ഒന്ന് കൈ കൊണ്ടൊന്ന് ഇതാക്കിയിട്ടോ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഇവിടെ കുഴച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി അരിയുമ്പോൾ നേരിങ്ങനെ അരിഞ്ഞെടുക്കുക, തടിയില്ലാതെ നേരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്കൊരു 1 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പിൻ്റെ പാത്രത്തിലാണ് കേട്ടോ എടുത്തത്, അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൈദ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നല്ലൊരു സോഫ്റ്റായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ എനിക്ക് ഇതിനകത്തേക്ക് തൈര് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ തൈര് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഏകദേശം കുഴച്ച് ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അപ്പോഴത്തേക്ക് അത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടാവും. നല്ല മിക്സായിട്ട് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടാവും. ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്തായിട്ടുണ്ടാവും. അതിനകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി വീണ്ടും നന്നായി മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ അതൊരു എന്നിട്ട് മൈദ കുറച്ച് ഇട്ടിട്ട് വെള്ളമൊക്കെ കൂടിപ്പോയി ഒന്ന് ലൂസായിട്ടൊക്കെ പോയില്ലെങ്കിൽ കുറച്ചുകൂടി കടലമാവ് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കയ്യിലൊന്ന് വെള്ളം നനച്ചിട്ട് ഒരു വടയുടെ ഷേപ്പിൽ കയ്യിൽ വെച്ചൊന്ന് പരത്തി ഇതുപോലെ ഇട്ട് കൊടുക്കാം. എണ്ണയിലങ്ങ് ഇട്ട് കൊടുക്കാം. വെള്ളം തട്ടിക്കാതെ ഇട്ട് കൊടുത്താലാവില്ല കേട്ടോ. കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അതെടുത്തിട്ട് നടുക്കൊരു ഹോൾസ് വെച്ചിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, എണ്ണയിലിടുമ്പോൾ കൈയൊന്നും അതിൽ കുത്തിപ്പോകാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു ചെറിയ ബോളായിട്ട് എടുക്കുക. അതിന് സെൻറ്ററിൽ ഒരു ഓൾസിട്ട് വടയുടെ ഷേപ്പിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് പാത്തോസ് കിച്ചൺ വൈബ്സ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യട്ടോ. അപ്പോൾ നന്നായിട്ട് ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുന്ന ടൈം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഒന്ന് വെന്ത് വരണം. പെട്ടെന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഒന്ന് വേവുന്ന രീതിയിൽ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ലോ ടു മീഡിയം ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഐറ്റം കഴിക്കാനായിട്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഉള്ളിവടയിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ പുറത്തൊക്കെ പോയാൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2 ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരി ഒന്ന് എടുത്ത് അങ്ങ് മാറ്റി വെക്കാം. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഐറ്റമാണ്. ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കി ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമായിട്ടുണ്ട്. ഈവനിങ് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ടീയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം.
നല്ല ക്രിസ്പി ആയിട്ട് അകത്തൊക്കെ നല്ല എന്താ പറയുക നല്ലൊരു ഫില്ലിങ്സ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കൂടെ നിങ്ങളും കഴിക്കുക. അവർക്ക് മാത്രമല്ല നിങ്ങളും കഴിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ഹമ്പിൾ റെസിപ്പീസിനായി പാത്തൂസ് കിച്ചൻ വൈബ്സ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.